ഇറാന്റെ ആണവ പദ്ധതിയെ ഏറ്റവും അധികം ഭയക്കുന്നത് മറ്റാരുമല്ല, അമേരിക്കയുടെ സഖ്യകക്ഷിയായ സൗദി അറേബ്യയാണ്. അതുകൊണ്ട് സൗദി അറേബ്യയുടെയും UAEയുടെയും ഇൻസ്റ്റലേഷൻസിനെ സംരക്ഷിക്കാൻ ദീർഘകാലത്തേക്ക് അമേരിക്കൻ സൈനിക താവളങ്ങൾ അവിടെ ഉണ്ടാകേണ്ടി വരും. അതൊരു സാധ്യതയായി അമേരിക്ക കാണുന്നു. അതുകൊണ്ടാണ് ഇറാനെ ആണവ ശക്തിയായി നിലനിർത്തേണ്ടത് ഇറാന്റെ ആവശ്യമല്ല, മറിച്ച് അമേരിക്കയുടെ ആവശ്യമായി വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇറാന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇറാൻ ഏത് ലെവൽ വരെ പോകും എന്ന് അമേരിക്കക്ക് അറിയാം. ഇറാൻ ആ ലെവൽ വരെ പോകണം. ഒരു പരിധിയിൽ കൂടുതൽ പോകുന്നത് അമേരിക്കക്ക് ത്രട്ടാകുന്ന, ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ത്രട്ടല്ല എന്നോർക്കണം. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നു. ശരിയാണ്, അത് ചെങ്കടൽ വഴിയുള്ള ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസവും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി. സനായ്ക്ക് നേരെ, ഹൂതി വിമത കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. അവിടുത്തെ എണ്ണ സംഭരണശാലകൾ നശിപ്പിക്കുകയുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഹൂതികൾ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിടുകയും ചെയ്യുന്നു.